എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ഹാൻഡ് ബേസ്ഡ് പോസ്റ്റുകൾ കേരള പി എസ് സിയിൽ ഏതൊക്കെയാണ് വിളിക്കുന്നത്, അതിൻ്റെ ഓരോന്നിൻ്റെയും ക്വാളിഫിക്കേഷൻ എന്താണ്, പോസ്റ്റിൻ്റെ പേരെന്താണ്, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണ്. ചിലതിന് OMR എക്സാം മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലതിന് OMR എക്സാം പ്ലസ് ഇൻ്റർവ്യൂ, ചിലതിന് ഡിക്റ്റേഷൻ ടെസ്റ്റ് പ്ലസ് ഇൻ്റർവ്യൂ. ഇതിലേതാണ് റാങ്ക് ലിസ്റ്റിൽ നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. കുറച്ച് ലോങ് വീഡിയോ ആണ്, തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വന്ന പോസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റെനോഗ്രാഫറാണ്. അത് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2 സ്റ്റെനോഗ്രാഫർ എന്നൊക്കെ പറഞ്ഞ് വരുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ ഇതിൽ പറയുന്ന ക്വാളിഫിക്കേഷൻ ചിലപ്പം ചെറിയ മാറ്റങ്ങൾ വന്നേക്കാം. അതായത് ചില പോസ്റ്റുകൾ SSLC ബേസ്ഡ് ആയിരിക്കും, +2 ബേസ്ഡ് പോസ്റ്റ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഡിഗ്രി ബേസ്ഡ് പോസ്റ്റുകളുണ്ട്. അപ്പോൾ ഇതിൽ SSLC ആകുമ്പം നമുക്ക് ലോവർ മതിയാകും. ചില പോസ്റ്റുകൾക്ക് ഹയർ ഗ്രേഡും സർട്ടിഫിക്കറ്റ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്നത് SSLC ടൈപ്പ് റൈറ്റിംഗ് ഹയർ ആൻഡ് ഷോർട്ട് ആൻഡ് ലോവർ ബോത്ത് ഇൻ ഇംഗ്ലീഷ് KGT ഓർ ഇക്വാലൻ്റ്, ടൈപ്പ് റൈറ്റിംഗ് ആൻഡ് ഷോർട്ട് ആൻഡ് മലയാളം ലോവർ. ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. അടുത്ത പോസ്റ്റ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് ആണ്. ഈ സ്റ്റെനോഗ്രാഫർ പോലെ തന്നെയാണ് വരുന്നത്. ഇതിലും SSLC +2 ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ട്. ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളതിൽ ടൈപ്പ് റൈറ്റിംഗ് ആൻഡ് ഷോർട്ട് ആൻഡ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം ലോവർ KGT ഓർ MGT ഓർ ഇറ്റ്സ് ഇക്വാലൻ്റ്. ഇതിലും ഞാൻ പറഞ്ഞ പോലെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇനി അടുത്തായിട്ട് ഈ രണ്ട് എക്സാമുകൾക്കും വരുന്നത് OMR എക്സാം ഉണ്ടാവുമെങ്കിലും അതിൻ്റെ OMR എക്സാമിൻ്റെ മാർക്ക് റാങ്ക് ലിസ്റ്റിൽ എടുക്കില്ല. ഇതിൽ വരുന്നത് ഡിക്റ്റേഷൻ ടെസ്റ്റ് 100 മാർക്കും ഇൻ്റർവ്യൂവിൻ്റെത് 20 മാർക്കുമാണ് വരുന്നത്. 120 മാർക്കിലാണ് നമുക്ക് റാങ്ക് ലിസ്റ്റിൽ റാങ്ക് നിർണ്ണയിക്കുന്നത്. OMR എക്സാം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു എലിജിബിലിറ്റി മാത്രമാണ് ഇതിൽ വരുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ ഡിക്റ്റേഷൻ ടെസ്റ്റിൻ്റെത് ലോവറും ഹയറും ഉണ്ട്. അതിൽ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടാണ് ഇവിടെ ഡിക്റ്റേഷൻ ഹയർ ആണോ ലോവർ ആണോ എന്ന് നോക്കാൻ പറ്റുന്നത്. നമുക്ക് നോട്ടിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഇംഗ്ലീഷിൻ്റെ ഡിക്റ്റേഷനാണ് ഉണ്ടാവുന്നത്. ഇംഗ്ലീഷ് ഷോർട്ട് ആൻഡ് ഇംഗ്ലീഷ് ഹയർ ആണ് ക്വാളിഫിക്കേഷനും വരുന്നതെന്നുണ്ടെങ്കിൽ ഹയർ ആണ് ഡിക്റ്റേഷൻ ടെസ്റ്റ് വരുന്നത്. 120 വേർഡ്സ് പെർ മിനിറ്റ് ആയിരിക്കും ഡിക്റ്റേഷൻ ടെസ്റ്റ് വരിക. പിന്നെ ലോവർ ആണ് ക്വാളിഫിക്കേഷൻ വരുന്നതെങ്കിൽ, അതായത് ഷോർട്ട് ആൻഡ് ഇംഗ്ലീഷ് ലോവർ ആണ് ക്വാളിഫിക്കേഷൻ വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഡിക്റ്റേഷൻ ടെസ്റ്റ് 80 വേർഡ്സ് പെർ മിനിറ്റ് ആയിരിക്കും. അടുത്ത പോസ്റ്റ് ടൈപ്പിസ്റ്റ് ക്ലർക്ക് ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. ഇതിൽ SSLC ആണ് മെയിനായിട്ട് ക്വാളിഫിക്കേഷൻ വരുന്നത്. പിന്നെ ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് മലയാളം ആൻഡ് ഇംഗ്ലീഷ് ലോവറാണ് വരാൻ സാധ്യതയുള്ളത്. ഇനിയിപ്പോൾ അഥവാ ഹയർ ചോദിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിൻ്റെ ടൈപ്പ് റൈറ്റിംഗ് മാത്രം ഹയർ ആയിട്ട് വരും. ഇതിൽ OMR എക്സാമിൻ്റെ മാർക്കാണ് എടുക്കുന്നത്. ഇതിൽ ഇൻ്റർവ്യൂ അതുപോലെ തന്നെ ഡിക്റ്റേഷൻ ടെസ്റ്റ് ഒന്നും തന്നെ ഇല്ല. ആകെ OMR എക്സാമിൻ്റെ ആ ഒരു മാർക്ക് 100 മാർക്കിലുള്ള മാർക്കാണ് റാങ്ക് ലിസ്റ്റിൽ റാങ്ക് നിർണ്ണയിക്കുന്നത്. അടുത്ത പോസ്റ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ +2 ഹയർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് KGT ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഓർ ഇറ്റ്സ് ഇക്വാലൻ്റ്, ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് മലയാളം KGT ഓർ ഇറ്റ്സ് ഇക്വാലൻ്റ് ആണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത്. ഇതിൻ്റെതും 100 മാർക്കിൻ്റെ OMR എക്സാമിൻ്റെ ആ ഒരു മാർക്കാണ് റാങ്ക് ലിസ്റ്റിൽ റാങ്ക് നിർണ്ണയിക്കുന്നത്. ഇതിനും ഇൻ്റർവ്യൂവും ഡിക്റ്റേഷൻ ടെസ്റ്റും ഒന്നും തന്നെ ഇല്ല. ഓക്കെ, അടുത്ത പോസ്റ്റ് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് ആണ്. ക്വാളിഫിക്കേഷൻ SSLC ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ, ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ലോവർ ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഇതിൻ്റെതും റാങ്ക് ലിസ്റ്റിൽ റാങ്ക് നിർണ്ണയിക്കുന്നത് OMR എക്സാമിൻ്റെ മാർക്കാണ്. 100 മാർക്കിലാണ് OMR എക്സാം വരുന്നത്. ഇൻ്റർവ്യൂ ഡിക്റ്റേഷൻ ടെസ്റ്റും ഇല്ല. അടുത്ത പോസ്റ്റ് ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 അല്ലെങ്കിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ SSLC ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ മലയാളം ലോവർ KGT വിത്ത് എ മിനിമം സ്പീഡ് ഓൺ 10,000 കീ ഡിപ്രഷൻ പെർ അവർ ഇൻ ഡാറ്റ എൻട്രി. ഇതിന് 100 മാർക്കിൻ്റെ OMR എക്സാമാണ്. OMR എക്സാം മാത്രമേ ഉള്ളൂ, ഇൻ്റർവ്യൂ അതുപോലെ തന്നെ ഡിക്റ്റേഷൻ ടെസ്റ്റ് ഇല്ല. അടുത്ത പോസ്റ്റ് റിപ്പോർട്ടർ ഗ്രേഡ് 2 ആണ്. ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, ഹയർ ഗ്രേഡ് എക്സാമിനേഷൻ ഇൻ ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് KGT, കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഹയർ ഗ്രേഡ് എക്സാമിനേഷൻ ഇൻ ഇംഗ്ലീഷ് ഷോർട്ട് ആൻഡ് KGT അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഷോർട്ട് ആൻഡ് ടൈപ്പ് റൈറ്റിംഗ് ഓഫ് കേരള ഗവൺമെൻറ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഇതിൻ്റെത് OMR എക്സാം
ക്വാളിഫിക്കേഷൻ എക്സാം മാത്രമാണ്. ഇതിന് ഡിക്റ്റേഷൻ ടെസ്റ്റ് 100 മാർക്കിൻ്റെ ഡിക്റ്റേഷൻ ടെസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ 20 മാർക്കിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ട്. ഈ ഇൻ്റർവ്യൂവിൻ്റെയും ഡിക്റ്റേഷൻ ടെസ്റ്റിൻ്റെയും ബേസിലാണ് നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്നത്. അടുത്ത പോസ്റ്റ് സൂപ്രണ്ട്, അതായത് ഗവൺമെൻറ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സൂപ്രണ്ടാണ്. ഇതിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷൻ BCom, KGT ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ, മലയാളം ലോവർ, KGT ഷോർട്ട് ആൻഡ് ഇംഗ്ലീഷ് ഹയർ, മലയാളം ലോവർ ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഇതിൽ റാങ്ക് ലിസ്റ്റിൽ റാങ്ക് നിർണ്ണയിക്കുന്നത് OMR എക്സാമിൻ്റെ 100 മാർക്കും പിന്നെ ഇൻ്റർവ്യൂവിൻ്റെ 20 മാർക്കും, 120 മാർക്കിലാണ് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അടുത്ത പോസ്റ്റ് എക്സിക്യൂട്ടീവ് അസിസ്റ്റൻ്റ് ആണ്. ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, ഹൈ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് KGT ഓർ ഇക്വാലൻ്റ്, ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് മലയാളം KGT ഓർ ഇക്വാലൻ്റ്, ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷ് KGT ഓർ ഇക്വാലൻ്റ് ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് 120 മാർക്കിലാണ്. 100 മാർക്ക് ഡിക്റ്റേഷൻ ടെസ്റ്റും ഇൻ്റർവ്യൂവിൻ്റെ 20 മാർക്കും രണ്ടും ചേർത്തിട്ടാണ് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അടുത്ത പോസ്റ്റ് ഓഫീസ് അസിസ്റ്റൻ്റ് ആണ്. ക്വാളിഫിക്കേഷൻ +2 ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ലോവർ KGT ഓർ MGT ഓർ ഇറ്റ്സ് ഇക്വാലൻ്റ് ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഇതിൻ്റെത് 100 മാർക്കിൻ്റെ OMR എക്സാം മാത്രമേ ഉള്ളൂ. അടുത്ത പോസ്റ്റ് ജൂനിയർ ടൈപ്പിസ്റ്റ് ക്ലർക്കാണ്. ക്വാളിഫിക്കേഷൻ SSLC, ടൈപ്പ് റൈറ്റിംഗ് KGT ഓർ MGT ലോവർ മലയാളം ഓർ ഇക്വാലൻ്റ്, ടൈപ്പ് റൈറ്റിംഗ് KGT ഓർ MGT ലോവർ ഇംഗ്ലീഷ് ഓർ ഇക്വാലൻ്റ്, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. റാങ്ക് ലിസ്റ്റിൽ OMR എക്സാമിൻ്റെ 100 മാർക്കാണ് റാങ്ക് നിർണ്ണയിക്കുന്നത്. അടുത്ത പോസ്റ്റ് പ്രൈവറ്റ് സെക്രട്ടറി ടു മാനേജിംഗ് ഡയറക്ടർ. ക്വാളിഫിക്കേഷൻ +2 ഓർ ഇക്വാലൻ്റ്, ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് മലയാളം ആൻഡ് ഇംഗ്ലീഷ് KGT വിത്ത് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഓർ ഇറ്റ്സ് ഇക്വാലൻ്റ്, ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ഷോർട്ട് ആൻഡ് മലയാളം ആൻഡ് ഇംഗ്ലീഷ് KGT ഓർ ഇറ്റ്സ് ഇക്വാലൻ്റ് ആണ്. ഇതിൻ്റെത് ഡിക്റ്റേഷൻ ടെസ്റ്റ് 100 മാർക്കും ഇൻ്റർവ്യൂ 20 മാർക്കും, ടോട്ടൽ 120 മാർക്കിലാണ് റാങ്ക് നിർണ്ണയിക്കുന്നത്. ഈ ഒരു വീഡിയോ ചെയ്യാൻ എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പോസ്റ്റുകൾക്കും ചിലർ ചോദിക്കാറുണ്ട്, ടൈപ്പിസ്റ്റ് പോസ്റ്റുകൾക്ക് ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ സ്കിൽ ടെസ്റ്റ് ഉണ്ടാവാറുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തത്. അതിൽ ടൈപ്പിസ്റ്റ് പോസ്റ്റുകൾക്ക് നമുക്ക് OMR എക്സാമിൻ്റെ ബേസിലാണ് റാങ്ക് ലിസ്റ്റ് വരുന്നത്. അതിൽ ഡിക്റ്റേഷൻ ടെസ്റ്റ് മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ്, സ്റ്റെനോഗ്രാഫർ, റിപ്പോർട്ടർ, പിന്നെ PS2 മാനേജിംഗ് ഡയറക്ടർ, അതുപോലെയുള്ള കുറച്ച് പോസ്റ്റുകൾക്കാണ് ഈ ഒരു ഡിക്റ്റേഷൻ ടെസ്റ്റ് ഇൻ്റർവ്യൂ വരുന്നത്. ചില പോസ്റ്റുകൾക്ക് OMR എക്സാമും പിന്നെ അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ആണ് വരുന്നത്. അതിനൊരു എക്സാമ്പിളാണ് സൂപ്രണ്ട്, GSI സൂപ്രണ്ട് എന്ന് പറയുന്ന ഒരു പോസ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം. മാക്സിമം എല്ലാ പോസ്റ്റുകളെക്കുറിച്ചും നല്ല ധാരണ ഉണ്ടാക്കുക. അതുപോലെ തന്നെ ടൈപ്പ് റൈറ്റിംഗ് മാത്രം പഠിക്കുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ ഷോർട്ട് ഹാൻഡ് ക്വാളിഫിക്കേഷൻ കൂടി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ്